ബാഹുബലി എന്ന സിനിമ ഒരു അത്ഭുതമായിരുന്നു. ഇന്ത്യയൊട്ടാകെ പ്രഭാസ് എന്ന നടനെ ഈ ചിത്രം ഉയർത്തിക്കാട്ടി. രണ്ടാം ഭാഗമായി എത്തിയ ബാഹുബലി 2-ഉം 1200 കോടിയിലേറെ കളക്ട് ചെയ്തതോടെ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന പേര് പ്രഭാസിന് സ്വന്തമായി. അങ്ങനെ ടോളിവുഡിന്റെ ഡാർലിംഗ് പ്രഭാസ് ഇന്ത്യയൊട്ടാകെ ആരാധകരുള്ള സൂപ്പർ താരമായി മാറി. ഇപ്പോഴിതാ കൽക്കി 2898 AD എന്ന പുതിയ ചിത്രവുമായി എത്തുകയാണ് പ്രഭാസ്. വമ്പൻ താരനിരയാണ് പ്രഭാസിനൊപ്പം ചിത്രത്തിൽ അണിനിരക്കുന്നത്. അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ദീപിക പദുക്കോൺ, ദിശ പട്ടാണി എന്നിവരും കൽക്കിയിൽ വേഷമിടുന്നുണ്ട്. 700 കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ്. ഈ മാസം 27-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. ബാഹുബലിക്ക് ശേഷം ലഭിച്ച താരതിളക്കത്തിന്റെ മേന്മ പിന്നീട് പ്രഭാസിന്റേതായി ഇറങ്ങിയ പല ചിത്രങ്ങളിലും കണ്ടില്ല. അല്ലെങ്കിൽ പിന്നീട് ഇറങ്ങിയ എല്ലാ ചിത്രങ്ങളും കമ്പയർ ചെയ്തത് ബാഹുബലിയോടായിരുന്നു. അതിനൊപ്പമോ അതിന് മേലിൽ നിൽക്കുന്ന തരത്തിലോ പിന്നീട് ഒരു ചിത്രവും എത്തിയിരുന്നില്ല. ബാഹുബലിക്ക് ശേഷം ഇറങ്ങിയ പ്രഭാസ് ചിത്രങ്ങളിലേക്കും അവയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളെ കുറിച്ചുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബാഹുബലിക്ക് ശേഷം 4 ചിത്രങ്ങളാണ് പ്രഭാസിന്റേതായി പുറത്തു വന്നത്. ബാഹുബലിക്ക് ശേഷം ആദ്യം റിലീസായത് സാഹോയായിരുന്നു. స్టేడియంలో కొట్టేవాడికి ఒక రేంజ్ ఉంటుంది. വമ്പൻ ഹൈപ്പിലാണ് സാഹോ സിനിമ റിലീസ് ചെയ്തത്. സുജിത് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ബോളിവുഡ് താരം ശ്രദ്ധ കപൂർ ആയിരുന്നു നായിക. ചുങ്കി പാണ്ഡെ, ജാക്കി ഷിറോഫ്, അരുൺ വിജയ്, നീൽ നിതിൻ മുകേഷ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നു. 2019 ഓഗസ്റ്റ് 30-നായിരുന്നു ചിത്രം റിലീസ് ചെയ്തത്. 2008-ൽ പുറത്തിറങ്ങിയ ലാർഗോവിൻസ് എന്ന ഫ്രഞ്ച് ചിത്രത്തിന്റെ അഡാപ്റ്റേഷൻ ആയിരുന്നു 350 കോടി മുതൽ മുടക്കിലെത്തിയ സാഹോ. പക്ഷേ ആദ്യ ദിനം തന്നെ നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു ചിത്രത്തിന് ലഭിച്ചത്. ബാഹുബലി പ്രതീക്ഷിച്ചെത്തിയ ആരാധകർക്ക് വമ്പൻ നിരാശയായിരുന്നു ഈ ചിത്രം. അച്ചടക്കമില്ലാത്ത തിരക്കഥയും സ്വരച്ചേർച്ചയില്ലാത്ത കഥാപാത്രങ്ങളും ചേർന്ന് സാഹോ തിയേറ്ററിൽ ഒരു ദുരനുഭവമായി. പക്ഷേ സാമ്പത്തികമായി ചിത്രം ലാഭമുണ്ടാക്കിയിരുന്നു. ആദ്യ ദിനം തന്നെ സിനിമ നേടിയത് 130 കോടിക്ക് മുകളിലായിരുന്നു. 425 കോടിയായിരുന്നു ഈ ആക്ഷൻ ത്രില്ലർ ചിത്രം ആകെ കളക്ട് ചെയ്തത്. സാഹോയ്ക്ക് പിന്നാലെ എത്തിയത് രാധേശ്യാമായിരുന്നു. പീരിയോഡിക് റൊമാൻറ്റിക് ഡ്രാമയായി എത്തിയ ചിത്രം സംവിധാനം ചെയ്തത് രാധാകൃഷ്ണകുമാർ ആയിരുന്നു. പൂജ ഹെഗ്ഡെ ആയിരുന്നു ചിത്രത്തിൽ നായിക. തെലുങ്ക് സിനിമയുടെ ഡാർലിംഗ് ആയ പ്രഭാസ് മുൻപും പല റൊമാൻറ്റിക് ചിത്രങ്ങളും വിജയമാക്കിയിട്ടുള്ള ആളാണ്. പക്ഷേ ബാഹുബലിക്ക് ശേഷമുണ്ടായ ഒരു മാസ് ഇമേജ് ഒരു റൊമാൻറ്റിക് ഹീറോയ്ക്ക് ചേർന്നതായിരുന്നില്ല. അതിനൊപ്പം മോശം തിരക്കഥയും മോശം VFXും കൂടി ആയതോടെ ചിത്രം ബോക്സ് ഓഫീസിൽ ദുരന്തമായി മാറി. 300 കോടിക്ക് മുകളിൽ ബജറ്റിലെത്തിയ ചിത്രം 220 കോടിയോളം രൂപ മാത്രമാണ് കളക്ട് ചെയ്തത്. രാധേശ്യാമിന് ശേഷം പിന്നീടെത്തിയ പ്രഭാസ് ചിത്രം ആദിപുരുഷാണ്. തുടരെ 2 വമ്പൻ പരാജയങ്ങൾക്കു ശേഷം പ്രഭാസ് ഇത്തവണ കൈകൊടുത്തത് ബോളിവുഡ് സംവിധായകനായ ഓം റൌട്ടിനായിരുന്നു. രാമായണമായിരുന്നു ഇത്തവണ ഇതിവൃത്തം. പക്ഷേ പ്രഭാസിന്റെ കരിയറിലെ ഏറ്റവും മോശം ചിത്രങ്ങളിലൊന്നായാണ് ആദിപുരുഷ് ബോക്സ് ഓഫീസ് വിട്ടത്. ബോളിവുഡ് താരങ്ങളായിരുന്നു പ്രഭാസിനൊപ്പം അഭിനയിച്ചവരിൽ മിക്കവരും. രാമനായി പ്രഭാസ് എത്തിയപ്പോൾ സീതയായി എത്തിയത് കൃതി സനോനാണ്. രാവണനായി എത്തിയത് സൂപ്പർ താരം സെയ്ഫ് അലി ഖാനും. രാമായണത്തിന്റെ ഏറ്റവും വികലമായ രൂപമാണ് ആദിപുരുഷ് എന്നാണ് സിനിമാ നിരൂപകരിൽ പലരും വിശേഷിപ്പിച്ചത്. മോശം മേക്കിംഗ് ആയിരുന്നു സിനിമയ്ക്ക് കൂടുതൽ വിനയായത്. 600 കോടിയോളം മുതൽ മുടക്കിൽ ഒരുക്കിയ ചിത്രത്തിൽ VFX ഡിപ്പാർട്ട്മെന്റ് പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. ചിത്രം 300 കോടിയോളം രൂപയാണ് തിയേറ്ററിൽ നിന്ന് ആകെ സ്വന്തമാക്കിയത്. ആദിപുരുഷന് പിന്നാലെ വമ്പൻ പ്രതീക്ഷയുമായി എത്തിയ ചിത്രമായിരുന്നു സലാർ പാർട്ട് 1 സീസ് ഫയർ. KGF 1, KGF 2 എന്ന ബ്രഹ്മാണ്ഡ സിനിമകൾക്കു ശേഷം പ്രശാന്ത് നീലുമായി പ്രഭാസ് കൈകോർക്കുമ്പോൾ ആരാധകർ പ്രതീക്ഷിച്ചത് അവരുടെ റിബൽ സ്റ്റാറിന്റെ തിരിച്ചുവരവ് കൂടിയായിരുന്നു. പ്രഭാസിനൊപ്പം പൃഥ്വിരാജ്, ശ്രുതി ഹാസൻ, ബോബി സിംഹ, ജഗപതി ബാബു തുടങ്ങിയ വമ്പൻ താരനിരയായിരുന്നു സലാറിൽ അണിനിരന്നത്. പ്രശാന്ത് നീലിന്റെ ആദ്യ ചിത്രമായ ഉഗ്രത്തിന്റെ അപ്ഡേറ്റഡ് വേർഷനായിരുന്നു സലാർ. 2 ഭാഗങ്ങളായി ആയിരുന്നു ചിത്രം തീരുമാനിച്ചത്. വലിയ ക്യാൻവാസും മികച്ച മേക്കിങ്ങും ഒക്കെ ഉണ്ടെങ്കിലും ഉഗ്രത്തിനും KGFനും കിട്ടിയ പ്രേക്ഷക പിന്തുണ സലാറിന് ലഭിച്ചില്ല. തെലുങ്ക് ഭാഷയിലും ഹിന്ദിയിലും മാത്രമാണ് സലാർ അല്പമെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചിത്രം സാമ്പത്തികമായി വമ്പൻ വിജയമായിരുന്നു.
300 കോടി ബജറ്റിലെത്തിയ ചിത്രം ആദ്യ ദിനം തന്നെ 140 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു. ആഗോള ബോക്സ് ഓഫീസിൽ 600 കോടിക്ക് മുകളിലായിരുന്നു സലാറിന്റെ വേട്ട. പക്ഷേ അപ്പോഴും ബാഹുബലി പോലൊരു സിനിമയും അതുപോലൊരു വിജയവും പ്രഭാസിന് സ്വന്തമാക്കാനായില്ല. അതിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും. ഇനി ഡാർലിംഗ് ആരാധകരുടെ പ്രതീക്ഷകൾ മുഴുവൻ കൽക്കി എന്ന പുതിയ ചിത്രത്തിലാണ്. 700 കോടിക്കും മുകളിൽ ബജറ്റുമായാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. ചിത്രത്തിൻ്റെതായി പുറത്തിറങ്ങിയ ട്രെയിലറിനും ടീസറിനും ഒക്കെ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. എപ്പിക് ഡിസ്റ്റോപ്പിയൻ ആക്ഷൻ ഫിലിമായി ഒരുക്കുന്ന സിനിമയിൽ VFXന് ഏറെ പ്രാധാന്യമുണ്ട്. ഏതായാലും പ്രഭാസിന്റെ ആരാധകർക്കൊപ്പം നമുക്കും കാത്തിരിക്കാം മറ്റൊരു ബാഹുബലിക്കായി. പ്രഭാസിന്റെ സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമന്റായി ഇടാൻ മറക്കരുത്. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.